കളയല്ലേ ചുമ്മാ. അയ്യോ, അത് നശിപ്പിക്കും. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങളുടെ വീട്ടിൽ ഒരു ബെൽജിയം മാൽനോയ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വളർത്തുന്ന ഒരു നായ്ക്കുട്ടിയല്ല, ഒരു കട്ടിംഗ് മെഷീനാണ്. നമ്മൾ നല്ല വിലകൾ കൊടുത്ത് വാങ്ങുന്ന കളിപ്പാട്ടങ്ങൾ, ടോയ്സ്. അപ്പം നല്ല വില കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ അവർ പറയും, ഈ ടോയ്സ് കടക്കാർ പറയും ഇത് വജ്രമാണ്, എത്ര കടിച്ചാലും പൊട്ടില്ല, ഇവരുടെ മുമ്പിൽ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടിട്ട് കൊടുക്കാം എന്നൊക്കെ പറയുന്ന കളിപ്പാട്ടങ്ങൾ നിമിഷ നേരം കൊണ്ട് കപ്പലണ്ടി തൊലി പൊളിക്കുന്നത് പോലെ പൊളിച്ച് നമ്മുടെ കയ്യിൽ തരും. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ അവിടെ നോക്കിയാണ് കാണിക്കുന്നത്. അപ്പം ഒന്നും കിട്ടാതിട്ട് എടുത്തോണ്ടിട്ടാണ് ഇവരുടെ ഇത്തരം ചില പ്രത്യേകതകളും എനിക്ക് പറ്റിയ അബദ്ധങ്ങളും ഒക്കെയാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവരെ നമ്മൾ നല്ല വില കൊടുത്തിട്ട് അവരുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് നല്ല വില കൊടുത്ത് നമ്മൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞല്ലേ, പിന്നെ അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായാലും അല്ലാതെ ഞാൻ വില കൊടുത്ത് വാങ്ങുന്നതായാലും ഒരുപാട് കളിപ്പാട്ടങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് അവൾ ഈ വിധം തൈലാകുളമാക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അപ്പം എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, ഒരുപാട് അബദ്ധം. അപ്പോൾ ഈ ഇത്തരം അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. അതായത് ഇവർക്ക് കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഇവരത് മടുക്കും. മടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരത് കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, ഒന്നാമത് അലസമായിട്ട് അവരുടെ കളിപ്പാട്ടങ്ങൾ ഇട്ടേക്കാതിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് അവരുടെ കളിപ്പാട്ടങ്ങൾ, ഇത്തരം കളിപ്പാട്ടങ്ങൾ നമ്മളുടെ സാന്നിധ്യത്തിൽ അവർക്ക് കളിക്കാൻ കൊടുക്കുക. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പം ഇനി നമുക്ക് കളി മതിയാക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇത്തരം കളിപ്പാട്ടങ്ങൾ വാങ്ങി ഏതെങ്കിലും സ്ഥലത്ത് അവർക്ക് കിട്ടാത്ത രീതിയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. വീണ്ടും തൊട്ടടുത്ത ദിവസം വീണ്ടും അവരുടെ കളിപ്പാട്ടങ്ങൾ കൊടുക്കുക. കളിക്കാൻ വേണ്ടി മാത്രം, കളി കഴിഞ്ഞാൽ അപ്പോഴേ വാങ്ങി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അല്ലാതെ ആ കളിപ്പാട്ടങ്ങൾ അവർക്കങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കും. ഓ അത് മതിയാ? ഏതാ വേണ്ടത്? കൊണ്ടുപോകും അടുത്തത്. ഇനി അടുത്തത്, ഇവരെ നമ്മൾ ഇത്തരം കളിപ്പാട്ടങ്ങൾ കൊടുക്കുകയും ഓടിക്കുകയും മറ്റേ അങ്ങനെയുള്ള കായികമായ കളികളിൽ ഏർപ്പെടുത്തിയിരുന്നാൽ ഇവർ കുറേ അടങ്ങും, കുറച്ച് സൈലൻ്റ് ആകുമെന്നൊക്കെയാണ്, അത് ക്ഷീണിച്ച് കുറച്ച് ഇരിക്കുമെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അത് തെറ്റാണ്. അവർ എത്രത്തോളം കൂടുതൽ ഓടുന്നു അത്രത്തോളം വീണ്ടും ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1 മീറ്ററോളം നീളം ഉണ്ടായിരുന്ന അവർക്ക് കളിച്ച് തൂങ്ങാനുള്ള ഒരു കയറാണിത്. അത് കടിച്ച് പൊട്ടിച്ച് ഈ പൊട്ടിക്കുന്ന നീളം കുറയുന്നതനുസരിച്ച് ഞാൻ താഴ്ത്തി ഇറക്കി ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തി. ഇതിന് 2 ദിവസം കൊണ്ട് ഇത് ഈ ഇത്രയും സ്ഥലം പൊട്ടും. കാര്യം കടിച്ച് ഇതുപോലെ കുറേ കടിഞ്ഞതിന് ശേഷം പിന്നെ അവളുടെ അകത്തെ പല്ല് ഉപയോഗിച്ചിട്ട് എലി കരളുന്നത് പോലെ കരണ്ട് മുറിച്ച് കൈ കൊണ്ട് പിടിച്ച് മുറിച്ച് താഴെ ഇടും. കുഴപ്പമാകും. അതവിടെ ഇരുന്ന് കടിച്ച് മുറിച്ച് അവളുടെ ഏതൊരു കളിപ്പാട്ടവും വളരെ കുറച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് ആ കളിപ്പാട്ടം അവൾ മടുത്തു കഴിയുമ്പം പിന്നെ ആ കളിപ്പാട്ടം നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ ഇവരുടെ കളി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി എവിടെയെങ്കിലും ഭദ്രമായിട്ട് മാറ്റി വയ്ക്കുക. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇത്തരം കായികമായ കളികളെക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും പറ്റുന്നത് ഇവരെ ബുദ്ധിപരമായ കളികളിൽ ഏർപ്പെടുത്തുന്നതാണ്. അപ്പം നമുക്കതൊന്ന് നോക്കാം എന്താ ചെയ്യുന്നത്. ജയിക്ക വാ, ഇത് വേണം.
എടുക്കാതെ. എങ്ങനെയാ എടുക്കുന്നേ? ആ ആ നീ എടുത്തോ അത്. ലേക്ക് അവിടെ നിന്ന് എടുക്കും. എടുത്ത് പൊക്കിയെട്, പൊക്കിയെട്. അത് പൊക്കിയെട്. ആ പൊക്കിയെട്. എണീക്ക് എണീക്ക്. ആ പൊക്ക്. ആ പൊക്കിയേ. തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. എടുത്തോ, എടുക്കടി, പൊക്കിയെടുക്ക്. ആ പൊക്കിയെട്, പൊക്കിയെട്. അങ്ങനെ കിട്ടത്തില്ല. ഞാൻ ഇന്ന് നോക്കിയ ഒരു കാര്യമാണ്. ഇവളെ പിന്നെ ഇത്തരം കായികമായിട്ട് ഉള്ള ഒരു രക്ഷയില്ല. അവള് എത്ര നമ്മൾ കായിക ഓടിക്കുന്നതനുസരിച്ച് അവൾ കൂടുതൽ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അവൾക്ക് ഇത്തരം ബുദ്ധിപരമായ എന്തെങ്കിലുമൊക്കെ കളികൾ കൊടുത്താൽ അവൾ അതിൽ ശ്രദ്ധിച്ച് ഇട്. പോകട്ടെ. ഒന്നുകൂടെ പോകട്ടെ. ആ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. പൊക്കെ. തല മേലോട്ട് പൊങ്ങട്ടടി. ഇങ്ങനെ എടുത്തോ. മിടി ഇല്ല ഇടി പൊങ്ങട്ടെ. ഇത് പൊക്കിയേ അണ്ട് ഇങ്ങനെ പൊക്കണം. പോവാണ് അവിടെ. ഡൗൺ. ലിയോ ഇപ്പോൾ ഓടണ്ട കേട്ടോ. ലിയോയ്ക്ക് കാല് ഓക്കെ ആയിട്ടില്ല, അതുകൊണ്ട് ലിയോ ഓടണ്ട. ലേക്ക് അവിടെ ഇരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഓടിയാൽ മതി. ഓക്കെ പോയിട്ടോ. ലിയോ പോണ്ട വാ. അമ്മ എന്ത് അകത്ത് കയറി നോക്കടാ. അമ്മ എന്ത് അകത്ത് കയറി നോക്കാം. ഇതിനകത്ത് നോക്കിയേ. അമ്മ എന്ത് നോക്കിയേ. ഇന്ത്യ അകത്ത് കയറി നോക്ക്. ലിയോ രണ്ടുപേരും കൂടെ കയറിയാ. അമ്മ എവിടെ പോയി? ഞാൻ കണ്ടില്ല അമ്മ. എൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞ. ഇന്ത്യ അമ്മ ശരി. എവിടെ വിളിച്ചമ്മ? അവിടെ മുറിക്കകത്തൊക്കെ കയറി നോക്കുന്നുണ്ട്. മണം പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. അമ്മ എന്തിയടി? എങ്ങോട്ട് പോയി? ലിയോ കുട്ടാ, നീ അമ്മ എന്തിയേ? കണ്ടു. അവളെ കണ്ടെന്ന് തോന്നുന്നു. ലിയോ എന്നെ ഓടണ്ട കേട്ടാ. അവിടെ ഇരിക്കും. എന്നെ ഓടണ്ട. അവിടെ ഇരുന്നോ. നമുക്ക് കണ്ടുപിടിക്കാം. ഇച്ചിരി കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാം. ലേക്ക് കണ്ടുപിടിക്കുക. അവിടെ ഇരിക്കേ. അവിടെ ഇരിക്കേ. ഓ ക്ഷീണിച്ചു ക്ഷീണിച്ചു. ഇച്ചിരി നേരം അവിടെ ഇരിക്കണേ. അമ്മ എന്നെ ലേക്ക് കണ്ടുപിടിക്കട്ടെ. ലിയോ അവിടെ ഇച്ചിരി നേരം ഇരിക്കും. ലേക്ക് എന്തിയടി? അമ്മ എന്തിയേ? കിട്ടിയാ?
മേളിൽ നിന്ന് കണ്ട് അതാണ് അവള് പിന്നെ പറഞ്ഞത്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവള് മൈൻഡ് ചെയ്തില്ല. മേളിൽ നിന്ന് അവള് ആളിനെ കണ്ടു, മേളിൽ നിന്നിട്ട് നോക്കിയപ്പോൾ ആൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അവള് മൈൻഡ് ചെയ്യാതെ ഒരു തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം കളികളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉത്തമമായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ പിന്നെ ഇവരെ ഇട്ട് ഓടിക്കുന്നത്, ഇവിടെ കായികമായിട്ട് ഓടിക്കുന്നത്, നമ്മൾ 1 മണിക്കൂർ ഓടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒരു ഒളിച്ചു കളി. അതവർ പിന്നെ ശരിക്ക് എൻജോയ് ചെയ്യും, അവർ ശരിക്കും ഓടുകയും ചെയ്യും. അവർ ഒരു പിന്നെ എന്താ പറയുന്നത്, അവർക്ക് ഒരു നല്ല എക്സർസൈസും ആവും. ഒളിപ്പിച്ച് വെച്ചിട്ട് കളി കണ്ടുപിടിക്കുന്നത് ഇതൊക്കെ. വാ ലേക്ക് വാ, നോ കിട്ടോ, നോ ലിയോയും വാ 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 വന്നേ, രണ്ടുപേരും ഇനി കയറ്, ഇനി വാ, രണ്ടുപേരും വരി വരി, കയറിക്കോ, ലേക്ക് കഴിഞ്ഞ് കയറിക്കോ. വെള്ളം കുടിക്കട്ടെ, കയറിക്കോ, അവിടെ ഇരിക്കേ, ഡൗൺ, കിടന്ന് ഉറങ്ങിക്കോ, റെസ്റ്റ് എടുത്തോളൂ, റെസ്റ്റ് എടുത്തോളൂ, രണ്ടുപേരും റെസ്റ്റ് എടുത്തോ, റെസ്റ്റ് എടുത്തോ. നേരെ കിടന്ന് റെസ്റ്റ് എടുത്തോ. നീ റെസ്റ്റ് എടുത്തോ, റെസ്റ്റ് എടുത്തോ, അങ്ങനെ റെസ്റ്റ് എടുത്തോളാം കേട്ടോ. ബെൽജിയം മാൽനോയ്സോ ജർമ്മൻ ഷെപ്പേഡോ കൂടുതൽ ബഹളം വയ്ക്കുന്നുവെങ്കിൽ ഇത്തരം കളികൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് കളിച്ചിട്ട് ഇതുപോലെ അവരെ റെസ്റ്റ് എടുക്കാൻ പഠിപ്പിക്കുക. കുറച്ച് സമയം വന്ന് റെസ്റ്റ് എടുക്കാനും ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും പരിശീലിപ്പിക്കുക. അവർ ശാന്തരായിട്ട് കുറേ സമയം. ലിയോ റെസ്റ്റ് എടുക്കും, പക്ഷെ ഇവള് ക്ഷമ അല്പം കുറവാണ്. വാ 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 ലേക്ക് വാ. അവളടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടു, ലേക്കാ കമോൺ, ഇരിക്കേ, ഡൗൺ, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. അപ്പം ഇതിന് മറ്റൊരു പ്രത്യേകത, ഞാനിപ്പോൾ ഇവിടെ നിന്ന് എണീറ്റ് ഏതെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും എൻ്റെ പിന്നാലെ ഉണ്ടാവും. അപ്പം അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാനും കുറച്ച് റെസ്റ്റ് എടുക്കാം. ഓക്കെ, നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.